ശാസ്ത്രം പറയുന്നതനുസരിച്ച് ഒരു മലക്കിന് ഒരു സെക്കൻഡ് വേണ്ട. ഈ ലോകത്ത് ഏറ്റവും വേഗത കൂടിയ സാധനം പ്രകാശമാണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ്. ഈ ഭൂമി മൊത്തം കറങ്ങാൻ 96,000 കിലോമീറ്ററാണ്. ഈ 96,000 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു മലക്കിന് ഒരു സെക്കൻഡിന്റെ 1/3 ഭാഗം വേണ്ട. അത്രയും സ്പീഡുള്ള മലക്കാണ്. ഈ ഭൂമിയിൽ കൂടി ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. ഈ മലക്ക് ഖബറിന്റെ മുൻവശത്തുള്ള ഭിത്തി അതിന്റെ പല്ലുകൊണ്ട് കുത്തിത്തൊരക്കുന്നു. മേൽഭാഗത്തുനിന്ന് കല്ലെടുത്തല്ല മലക്ക് വരുന്നത്. ഈ മയ്യത്തിന്റെ തൊട്ടു മുൻപിൽ നിന്ന് അതിന്റെ ചുമര് കുത്തിത്തൊരന്ന് വരുന്നു. വന്നിട്ടോ ഈ മലക്ക് ആദ്യം ചെയ്യുന്നത് ഈ ഡെഡ് ബോഡിയും ഈ ഖബറിന്റെ പുറത്ത് നിൽക്കുന്ന ആത്മാവിനെയും പരസ്പരം ഒന്ന് ബന്ധിപ്പിക്കുകയാണ്. ആത്മാവ് ഖബറിന്റെ പുറത്താണ്. പുറത്തുള്ള ആത്മാവും ഈ ശരീരവും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഈ മയ്യിത്ത് അതാ നെഞ്ഞിന്റെ മേൽപോട്ട് ഹയാത്താകുന്നു. നെഞ്ഞിന്റെ താഴ്ഭാഗത്തേക്ക് ജീവില്ല. അവന്റെ കൈകൾ കൃത്യമായി ചലിക്കുന്നുണ്ട്. അവന്റെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ട്. അവന്റെ കണ്ണുകൾ തുറക്കുന്നുണ്ട്. അവന് കൃത്യമായിട്ട് ബോധമുണ്ട്. ആ രൂപത്തിൽ മയ്യിത്ത് ഹയാത്താകുന്നു. ഹയാത്താകുന്ന സമയത്ത് കാണുന്നത് ഈ ഭീകരമുള്ള മലക്കിനെയാണ്. ചുറ്റുഭാഗത്തും കൂരിരുട്ടാണ്. തിരിയാനോ മറിയാനോ കഴിയില്ല. ഒരുപക്ഷെ ICUവിൽ കിടന്ന് മരിച്ചവനാകും, അല്ലെങ്കിൽ ടറഫിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ മരിച്ചവനാകും, അല്ലെങ്കിൽ വീട്ടിൽ കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന സമയത്ത് മരിച്ചവനാകും. ആ മരിച്ച മയ്യത്ത് കണ്ണു തുറക്കുന്നത് ഖബറിൽ വെച്ചാണ്. ഖബറിൽ വെച്ച് കണ്ണു തുറന്നപ്പോൾ കണ്ടത് വല്ലാത്ത അവസ്ഥയാണ്. അവൻ പേടിച്ച് വിറയ്ക്കുന്നു. റഹ്മാൻ എന്ന മലക്ക് പറയുന്നു, ഈ വീട് ഇത് വിശാലതയുടെ വീടല്ല, ഇത് സുഖലോലുപതയോടുകൂടെയുള്ള ജീവിതത്തിന്റെ വീടല്ല. ഇത് ബൈത്തുൽ വൈഖ്, ഇത് ഇടുക്കത്തിൽ